ചട്ടക്കാരി മോഹൻ, ഇപ്പോഴും ചട്ടക്കാരി മോഹൻ, അതല്ലെങ്കിൽ നെല്ല് സിനിമയിലെ മോഹൻ എന്ന് പറഞ്ഞാൽ മലയാളികൾ അറിയും. അത്ര കാണാൻ സൗന്ദര്യമുള്ള 6 അടിയിലും മേലെ ഹൈറ്റുള്ള സുന്ദരനായുള്ള ചെറുപ്പക്കാരനാണ് മോഹൻ. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മളിന്ന് കാണാൻ പോണത്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് இருக்கான். அவன் என்கிட்ட கேட்டான், அப்பா நான் உன்னை இங்கே பார்த்துக்குவான்னு கேட்டான். இல்லை, அவனுக்கு அப்போ ஜெர்மனியில் ஆஃபர் வந்தது. இல்லைப்பா, நீ உனக்கு இவ்வளோ பெரிய ஆஃபர் வந்துருக்கு ஜெர்மனியில், அவன் ஒய்ஃபும் அவங்க வேலை பண்ணுறாங்க, அதனால நீ இதுக்காக எனக்காக பார்க்கறதுக்காக இருக்குவோன்னா நீ பெர்லினில் இருக்கான், நீ பெர்லின் போய் செட்டில் எடுப்பா, அங்கே போய் நல்லா இருக்கு, நான் என் வேலையை போய் பார்த்துக்கிறேன். நான் அப்படி தான் தனியாக தான் இருந்தேன் 5 வருஷமா. அதுக்கப்புறம் எனக்கு சில உடம்புக்கு சில விஷயங்கள்லாம் வர ஆரம்பிச்சது. ஒரு பெரிய மேஜர் சர்ஜரி ஆகிப்போச்சு காலில். அது ரிமூவ் பண்ணுறதுக்காக 4-5 லட்சம் ரூபா அதுக்கே செலவாயிடுச்சு. கையில் ரூபா இல்லாமல் ஒரு நிலைமை. சரி, மாத்திரைக்கு கூட வழி இல்லை. அப்படி இருக்கும்போது சரி, இனிமேல் தனியாக இருக்கக்கூடாதுன்னு இங்கே இதுக்கு பேர் விருத்தாசிரமம்னு பேர். ரோட்டரியை சேர்ந்தவங்க நிறைய பேர் இங்கே வந்து இந்த ட்ரஸ்ட் இருக்காங்க. அதுக்காக நான் ரோட்டரி பிரசிடண்டால இருந்ததுனால எனக்கு இந்த இடத்துல எல்லாமே சலுகையாக எல்லாமே ஃப்ரீயாக கொடுத்துருக்காங்க. அதனால இங்கே வந்திருக்கேன். வேலைக்கு சாப்பாடு போடுறாங்க, டாக்டர் இருக்காங்க, நர்சஸ் இருக்காங்க, வேறு ஹெல்ப்பர்ஸ் எல்லாம் இருக்காங்க. அதனால பார்த்துக்கிறாங்க, நல்லா பார்த்துக்கிறாங்க. என்னமா മകൻ ജർമ്മനിയിലാണ്. എന്നിട്ടുള്ള ഒരു നടൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കേട്ടില്ലേ. അപ്പോൾ ഇന്നെല്ലാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പിടിക്കുന്നവർ ശ്രദ്ധിക്കുക. കാരണം വലിയ ലോസ് മോഹന് സംഭവിച്ചു. ജയലളിതയുടെ വീടിൻ്റെ അടുത്താണ് മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു. അത് വിറ്റു. സിനിമ പിടിച്ച് എല്ലാം കടത്തിലായി. എന്നിട്ട് അവസാനം രജനീകാന്ത് പോലും സഹായം ചെയ്തു മൂപ്പരം മരുന്നിനും മറ്റുള്ള കാര്യങ്ങളും. അന്ന് ഇതുപോലെ തന്നെ ഒരു ക്ലബിൻ്റെ ഒരു ഭാരവാഹി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ എല്ലാ 10 പൈസ ചിലവില്ലാണ്ട് ഈ അനാഥാലയത്തിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ കാലിനൊരു ഓപ്പറേഷൻ വന്നു. അതോടുകൂടിയിട്ട് ജീവിതം മൊത്തം പോയി. ഇപ്പോൾ ജർമ്മനിയിലുള്ള മകൻ വിളിക്കാണ്ടല്ല, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഭാര്യയും കുട്ടികളായിട്ട് അവർ ജീവിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് പറയുമ്പോൾ നമുക്ക് ആലോചന വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി.പി. മാധവൻ എത്ര കാലം അനാഥാലയത്തിൽ കിടന്നു. ഇതേ അവസ്ഥയിൽ തന്നെ അദ്ദേഹം കടന്നു പോയത്. അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഈ മോഹൻ ശർമ്മ. അവിടെ വന്നപ്പോൾ അത് ശർമ്മയായില്ല. മലയാളികൾക്ക് നമുക്ക് മോഹനാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മോഹനെ കൊണ്ട് എത്തിച്ചത് സ്വന്തമായിട്ട് സിനിമ പിടിച്ചതാണ്. പല സിനിമകളും പൊളിഞ്ഞു, പല സിനിമകളും വിജയിച്ചു, കുറേ സീരിയലിൽ അഭിനയിച്ചു, കുറേ സിനിമകളിൽ അഭിനയിച്ചു. എന്നിട്ട് പോലും ഇപ്പോൾ ഒരു 10 രൂപ പോലും തയ്ച്ച് കയ്യിലെടുക്കാനില്ലാത്തൊരു നടനായിട്ട് അനാഥാലയത്തിൽ കിടന്നിട്ട് അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹം എന്തോരം വേദനിക്കുന്നുണ്ടാവും. കേരളത്തിൽ നെല്ല് അതുപോലെ തന്നെ ചട്ടക്കാരിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് എത്ര തരുണമണികളാണെന്നറിയാം മോഹനെ സ്നേഹിച്ചു വരുന്നത്. അത്ര സുന്ദരനാണ്. അന്ന് മലയാള സിനിമയിൽ പ്രൈം മിനിസ്റ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്ദരന്മാരായിട്ട് വന്നുള്ള ആളാണ് ഈ രവികുമാർ, വിൽസൻ്റ്, മോഹൻ. ഇവരൊക്കെ സൗന്ദര്യം നമ്മൾ അവരിലാണ് കണ്ടത്. അല്ലാണ്ട് സോമനിലും സുമാനിലൊന്നും സൗന്ദര്യം കണ്ടിട്ടില്ലേ നമ്മൾ. അപ്പോൾ അവരാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡലാണ് അന്നത്തെ ചെറുപ്പക്കാരികളുടെ. അപ്പോൾ ആ ഒരു നടൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുക. നമുക്കിതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഇനി എത്ര ആൾക്കാർ ഇതുപോലെ ഒരു അവസ്ഥയിൽ വരും എന്ന് നമുക്കറിയില്ല. നന്ദി, നമസ്കാരം.